അപ്പോൾ ദൈവദാസന്മാരും ദൈവമക്കളും മനസ്സിലാക്കിക്കോണം. കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് എഴുതിയ പദം ഞാൻ എടുത്തു പറയാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ എൻഗേജ്മെൻറ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സും ചതിക്കുമോ എന്ന് ഭയപ്പെടുന്നു. അല്ലേ? അപ്പം സർപ്പം ഹവ്വയെ ചതിച്ചത് എന്നത്തെ കാര്യമാണ്? പണ്ട് ഉൽപ്പത്തി നടന്ന കാര്യമാണ്. ഈ പൗലോസ് ഇത് പറയുന്നത് ആരോടാ? പുതിയ നിയമ സഭയോട്. അപ്പോൾ പണ്ട് തോട്ടത്തിൽ പ്രയോഗിച്ച അതേ ഉപായം തന്നെയാണ് നിങ്ങളെയും ചതിക്കാൻ പ്രയോഗിക്കുന്നതെന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആണ്. അപ്പം ആള് പഴയതാണെങ്കിലും ഉപായം ഒന്ന് തന്നെയാണ്. ആ പഴയ പാമ്പിൻ്റെ പുതിയ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സഭ സൂക്ഷിക്കണമെന്നാണ് ഈ പറഞ്ഞത്. ആ കുഞ്ഞുങ്ങൾ ആരാന്ന് താഴോട്ടും പറഞ്ഞിട്ടുണ്ട്. ഒരുത്തം വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നു, വേറൊരു ആത്മാവ് ഇവിടെ വ്യാപരിക്കുന്നു, വേറൊരു സുവിശേഷം. അതാണ് പഴയ പാമ്പിൻ്റെ പുതിയ കുഞ്ഞുങ്ങൾ. അതവിടെ ഉണ്ട്. ഇനി അവന്മാർ എന്തുപായമാണ് പ്രയോഗിച്ചതെന്നും കൂടെ ഞാൻ പറയാം. പെന്തിക്കോസുകാർക്ക് വേണ്ടിയാണ്, നിങ്ങൾ ക്ഷമിക്കണം. 2 മിനിറ്റ് ഇവർക്ക് വേണ്ടി കൊടുത്തിട്ട് നമുക്ക് നാട്ടുകാരിലേക്ക് തിരിച്ചു പോവാം. അപ്പം അവൻ അന്ന് പ്രയോഗിച്ച ഉപായം എന്താണെന്ന് പെന്തിക്കോസുകാർ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പം അവിടെ ഏദൻ തോട്ടത്തിൽ ഇവൻ എടുത്ത് പ്രയോഗിച്ച ശരീരം ഒരു പാമ്പിൻ്റെയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ജീവജാലങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ഇഴജാതിയൻ സമ്പുരാൻ തന്നെ സൃഷ്ടിച്ചത്. അപ്പോൾ ആ കൂട്ടത്തിൽ പാമ്പിൻ്റെ ശരീരം അതിലൂടെ തോട്ടത്തിലോട്ട് വരുന്നു. അവ്വ അമ്മച്ചി അവിടെ ഉണ്ട്. അമ്മച്ചിയോട് കൊച്ചു വർത്താനം. അമ്മച്ചി എന്നാ ഉണ്ട്? ഓ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു പാമ്പൻ ചേട്ടൻ. അങ്ങനെ കൊച്ചു വർത്താനത്തിൻ്റെ ഒടുവിൽ ദൈവത്തെക്കുറിച്ച് ചോദിച്ചു. നിങ്ങളുടെ ദൈവം? ഞങ്ങളുടെ ദൈവം നല്ലവൻ, വല്ലവൻ, പരിശുദ്ധൻ, ഈ കാണുന്ന സകല ചരാചരങ്ങളെ അടക്കി വാഴാൻ ഞങ്ങളെ ഏൽപ്പിച്ചു സൃഷ്ടിച്ചു. ഞങ്ങളെ ഇവിടെ ആക്കി വെച്ചു, ഒന്നിനും കുറവില്ല. വെയിലാറുമ്പോൾ ഞങ്ങളുടെ അടുക്കൽ സൃഷ്ടാവ് ഇറങ്ങി വരുന്നു, ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. എത്ര നല്ല ദൈവം! ദൈവവും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം മനോഹരമായ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഇവൻ പറഞ്ഞു, ഉടനെ ആ തോട്ടത്തിൻ്റെ നടുവിലൊരു വൃക്ഷഫലം ഉണ്ടല്ലോ നടുക്ക് നിൽക്കുന്ന, അതിലെ വൃക്ഷഫലം തിന്നാവോ? ഉടനെ അമ്മച്ചി പറഞ്ഞു, ആ കളി നടക്കത്തില്ല, ആ വൃക്ഷഫലം തൽക്കാലം തിന്നരുത് എന്നാണ് ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. തിന്നുന്ന നാളിൽ മരിക്കും എന്ന് ദൈവം പറഞ്ഞു. ഉടനെ ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇവരെ തെറ്റിക്കാൻ ഒരു ഉപായം പ്രയോഗിച്ചെന്നാണ്. അത് 2 മിനിറ്റ് പൊതുജനം ക്ഷമിക്കുക, പെന്തിക്കോസുകാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക. ഇവനൊരു ഉപായം പ്രയോഗിച്ചെന്നാണ് പൗലോസ് കൊരിന്ത് ലേഖനത്തിൽ എഴുതിയത്. എന്തുപായമാ പാസ്റ്റർ അയാൾ പ്രയോഗിച്ചത് അവിടെ ഏദൻ തോട്ടത്തിൽ? സിമ്പിളാ. അവിടെ കിടന്ന് ചാടിയോ? കസേര എടുത്ത് തുള്ളിയോ? ഇല്ല. മരത്തെ കയറിയോ? ഇല്ല. അവിടെ കിടന്ന് അത്ഭുതം അടയാളം കാണിച്ചു, ബഹളം ഉണ്ടാക്കിയോ? ഒന്നും ചെയ്തില്ല. അങ്ങേരാകെ ചെയ്ത ഉപായം ഒന്നേ ഉള്ളൂ, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് അങ്ങ് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. പെന്തക്കോസുകാർ കേട്ടോണം, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞു ഔവായോട്. അതാണ് തന്ത്രം. ഇന്നും പഴയ പാമ്പിൻ്റെ പുതിയ കുഞ്ഞുങ്ങൾ അതേ ഉപായം തന്നെയാണ് ഇന്നും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ജഡത്തെ നിത്യതയ്ക്കുള്ളതല്ല പറയുന്നത്, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറയും. ഇനി തെളിവ് പറയാം, നോക്കൂ. ഒന്നാമത്തെ ദൂത് ഔവായോട് പറഞ്ഞ എന്തെന്നറിയാമോ? നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അല്ലേ? അപ്പം മരിക്കയില്ലെന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്നത് എന്തുവാ? ജഡമല്ലേ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതല് സന്തോഷിക്കുന്നത് ഏതിലാ? കൂടാരമാകുന്ന ഭൗമഭവനം പൊളിഞ്ഞു പോകണം, അഴിഞ്ഞു പോകണം. കൈപ്പണിയല്ലാത്തൊരു ഭവനം കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അവിടെ പോയി പ്രതിഫലം പ്രാപിക്കണം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരുപ്പാൻ അത്യന്തം കാക്ഷിക്കുന്നു. മാൻ നീർത്തോടിനായി കാക്ഷിക്കുന്ന പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാക്ഷിക്കുന്നു. ഇതൊക്കെയല്ലേ രക്ഷിക്കപ്പെട്ടവൻ്റെ പുതിയ നിയമത്തിൻ്റെ പ്രത്യാശ. ഇതെങ്ങനെയെങ്കിലും പൊളിയണം, അല്ലേ? കാരണം ജഡരക്തങ്ങൾ സ്വർഗരാജ്യം ഇതും കൊണ്ട് കയറിപ്പോകാൻ ഒക്കത്തില്ല. അപ്പം ആക്സിഡൻ്റ് ആയാലും രോഗമായാലും കുന്തമായാലും ഇതൊന്ന് എന്ത് ചെയ്യണം? എങ്ങനെയാലും ഇത് പൊളിയണം, എന്നിട്ട് കർത്താവിനെ കാണണം. ഇതല്ലയോ വെച്ചാൽ രക്ഷിക്കപ്പെട്ടവൻ്റെ പ്രത്യാശ? ആണോ? അതെ. പക്ഷേ ഔവാമ്മച്ചിയോട് ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അപ്പം അതിൻ്റെ പുതിയ വേർഷനാണ് ഇപ്പോഴത്തെ പാമ്പ് കുഞ്ഞുങ്ങൾ പറയുന്നത്. ഓ അമ്മാമ്മേ, ഒരു 90 എന്നെ കാണിക്കുന്നു. 90. അപ്പോൾ അമ്മച്ചി ചോദിച്ചാൽ അങ്ങനെ 90? അമ്മാമ്മ 90 വയസ്സ് വരെ ജീവിക്കും. അമ്മാമ്മയ്ക്ക് സന്തോഷമായി. ആ പഴയ പാമ്പിൻ്റെ പുതിയ കുഞ്ഞുങ്ങളാണ് ഇപ്പം തിരുവനന്തപുരത്തും കളിക്കുന്നുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. മനസ്സിലായോ? ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത്. മനസ്സിലായോ? 90 വരെ ജീവിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം ജഡത്തിന് ആവശ്യമുള്ളത് കിട്ടും. കാറ് കിട്ടും, വീട് കിട്ടും, ലോറി കിട്ടും. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര, ഇതെല്ലാം ജഡത്തിന് ആവശ്യമുള്ള, മേപ്പോട്ട് കൊണ്ടുപോകാനല്ലല്ലോ. അല്ല. അപ്പം ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറയുക. രണ്ടാമത്തെ ദൂത് എന്താ പറഞ്ഞെന്നറിയാമോ? നിങ്ങളുടെ കണ്ണ് തുറക്കും. അതിൻ്റെ പുതിയ കമ്പ്യൂട്ടർ വെർഷനാണ്. ഓ, കണ്ണീ തൊടുന്നു. കണ്ടിട്ടില്ലേ? ഓ സഹോദരി, ഓ നിന്റെ കണ്ണിമേൽ തൊടു, ഇങ്ങനൊക്കെ പറയുന്ന പുതിയ പാമ്പ് കുഞ്ഞുങ്ങളാ. എന്നാ എടുക്കപ്പെട്ടോ എല്ലാവരും? ഇതാ ഇപ്പോൾ പണി. കണ്ണ്, ഓ നിന്റെ കണ്ണ്, ഓ ഇല്ല എരി കടിച്ച പോലെ, ഇങ്ങനെയൊക്കെ പേ പിടിച്ചവന്മാർ ഇങ്ങനെ പറയുക. കണ്ണെ തൊടുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നു. ഇതെല്ലാം ചതിയാണ്. സൂക്ഷിച്ചോണം.
ഇനി എനിക്ക് ഒട്ടും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് രാജുപാഷ, ഇവർക്ക് ഈ ദൂത് പറയുമ്പോൾ ഈ വിക്ക് വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കണ്ണ് 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 ബി 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 ബാബു ബാബു ഇങ്ങനെയൊക്കെ പറയുന്നത്, രാജൻ സിന്ധു ഇങ്ങനെയൊക്കെ പറയുന്നത്. വിക്കനായ മോശ ദൈവകരത്തിൽ എടുക്കപ്പെട്ടപ്പം വിക്ക് മാറി ലക്ഷങ്ങളോട് സംസാരിച്ചെന്ന യുവമാർക്കെല്ലാം വേറെ ആത്മാവാ, അതാ ഈ വിക്ക് വരുന്നത്. മനസ്സിലായോ? ആ, അതാ യേശു പിന്നെ കാട്ടത്തിയുടെ ചവിട്ടിലെത്തിയിട്ട് യേശു എന്താ പറഞ്ഞേ? ഇവിടെ ഏതോ ഒരു മരത്തിൽ ആരോ എന്നെ കാണാൻ ആക്രാന്തപ്പെട്ട് കയറി ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഏതെങ്കിലും മരത്തിലുണ്ടോ? ഉണ്ടോ 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 ഇങ്ങനെയാണോ വെച്ചാൽ പറഞ്ഞേ? ഞാൻ പോയി കഴിഞ്ഞിട്ട് വന്നാൽ പിന്നെ കിട്ടത്തില്ല കേട്ടോ, അങ്ങനെ വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല അല്ലേ? ഇരുന്ന മരത്തിന്റെ കീഴിയെത്തി മേപ്പോട്ട് നോക്കി ഒറ്റ വിളിയാ, സക്കായിയേ ഇറങ്ങി വാ. അതല്ലേ വെച്ചാ ദൂത്? അല്ലേ ദൂത്? അതോ കർത്താവ് നിങ്ങളുടെ പോയി ബൈബിളിലൊക്കെ അങ്ങനെയാണോ? ആ, അല്ലാതെ വിക്കിയാണോ എഴുതിയത്? ചക്ക ഇതുപോലെ കുറേ എണ്ണം. പാസ്റ്ററെ എന്നെ വിളിച്ചത് അബദ്ധമായെങ്കിൽ ഇനി മേലെ വിളിക്കരുത്. ഞാൻ മീറ്റിംഗ് തപ്പി നടക്കുന്നവനൊന്നുമല്ല. പക്ഷേ ഈ ജനത്തെ പറ്റിക്കുന്ന ഇമാതിരി ക്ഷുദ്രജീവികളൊന്നും അടുപ്പിക്കരുത്. ഇത് പൊതുജനം വിചാരിക്കുന്നത് ഇതെല്ലാം പെന്തിക്കോസാന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിലാണ് ജനം വെറുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പൊതുജനം ഇതല്ല കാണുന്നത്. ഫേസ്ബുക്കും യൂട്യൂബും തുറന്ന യുവന്മാരെ നടുവൻ യൂട്രസിൻ്റെ അകത്തിരിക്കുന്ന എൻ്റെയൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ കുറേ കീടങ്ങളുണ്ട്. അതുകൊണ്ട് ഇമാതിരി ഐറ്റങ്ങളും ഞങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല. പൊതുജനം ദയവായി ക്ഷമിക്കണം. ഇനി അങ്ങനെ അങ്ങോട്ടുള്ള കാലങ്ങൾ ഇത് തിരിച്ചറിയണം. നാട്ടിൽ കള്ളനോട്ടുണ്ടല്ലോ ഇല്ലേ രാജുപാഷ? കള്ളനോട്ടില്ലേ? കള്ളനോട്ടുണ്ട് എന്ന് കരുതി അലമാരയിലിരിക്കുന്ന നല്ല നോട്ടെടുത്ത് കത്തിക്കാൻ പറ്റുമോ? ഇല്ല. തമ്മിൽ തിരിച്ചറിയുക മാത്രമേ നിവർത്തിയുള്ളൂ. അതുകൊണ്ട് പറയുകയാണ്, ഇമാതിരി ക്ഷുദ്രജീവികളുമായിട്ട് ദൈവസഭയ്ക്ക് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് പൊതുജനം ദയവായി ക്ഷമിക്കുക.